Welcome to day 3 of consistently posting videos in YouTube for 30 days. സോ ഇന്ന് എൻ്റെ ഡേ 3 ആണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ആൻഡ് ടുഡേ എനിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് ആദ്യം പറയാം. എനിക്ക് 2 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് കൺസിസ്റ്റൻസി കുറയുന്നത് ഗ്രാജുവലി പതുക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സി എങ്ങനെയാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ആൻഡ് ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഫുള്ളായിട്ട് കാണാം കേട്ടോ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് അതിങ്ങനെ പറഞ്ഞുതരാം. ലൈക്ക് ഇതൊരു കൊറോണ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ജോബൊക്കെ ക്വിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളിങ്ങനെ ലീവൊക്കെ ആണല്ലോ, അവൾക്ക് സ്കൂളും ലീവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം എൻ്റെ കയ്യിൽ മാത്രമേ ഫോണുള്ളൂ. അപ്പോൾ അവൾക്ക് ചെറിയ കുട്ടിയാണ്, അപ്പോൾ അവളുടെ കയ്യിൽ ഫോണൊന്നുമില്ല. അവൾ എൻ്റെ ഫോൺ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഫോൺ നോക്കലൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ അപ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു. ഞാൻ അവരൊക്കെ ഒരുപാട് വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ വരെ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ വാച്ച് ചെയ്തിട്ട് അവരൊക്കെ ആ സമയത്ത് നന്നായിട്ട് ഗ്രോ ചെയ്തു. എന്നാൽ നമ്മളൊക്കെ ആ സമയത്ത് നോക്കിയിരുന്നു. അത് കാരണമാണ് നമ്മൾ എവിടെ എത്താത്തത്, ഞാൻ എവിടെ എത്താത്തത്. സോ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കൊറോണ ടൈമൊക്കെ ഒന്ന് കഴിയാറായ സമയത്താണ് എൻ്റെ സിസ്റ്റർ എൻ്റെ അനിയത്തി പറഞ്ഞു, നിനക്കും ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഓക്കെ. ആദ്യമൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്കിങ്ങനെ നോക്കി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഭയങ്കര ചമ്മൽ നാണക്കിടക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ കയ്യിലാണ്. അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ഞാൻ ഇപ്പോൾ എടുക്കാം, നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്രാജുവലി, കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ. ആൻഡ് അനിയത്തിയാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്നത്. സോ അവളുടെ മുഖം ഇങ്ങനെ നോക്കുമല്ലോ, നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. കാരണം ഇങ്ങനെയൊന്നല്ല, ഒരു വാക്ക് എനിക്ക് സംസാരിക്കാൻ കിട്ടില്ലായിരുന്നു. ആൻഡ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയുക അതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയായിരുന്നു. ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ പറയാൻ പഠിക്കുന്നതും. ആൻഡ് അത് ഭയങ്കര ഫ്ലോപ്പായിട്ട് പോകും. ഞങ്ങൾ ഇരുന്ന് ചിരിക്കും. അങ്ങനെ ഒരുപാട് അങ്ങനെ കോമഡിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഇടുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിൽ വന്നത് എന്താണ്, ബ്യൂട്ടിയിൽ റിലേറ്റഡ് സ്കിൻ കെയർ ഒക്കെ. കാരണം ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും കേട്ടോ പുറത്ത് സൈഡൊക്കെ, സോ അങ്ങനെയുള്ള സ്കിൻ കെയർ, ബ്യൂട്ടി അങ്ങനത്തെ കണ്ടൻസാണ് കൂടുതലായിട്ടും എൻ്റെ ഫോണിൽ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയപ്പോൾ ഓക്കെ ഇതൊക്കെ നമുക്കും ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി. ഓരോ ടോപ്പിക്സിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടും കുഞ്ഞു വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ യൂട്യൂബിൽ വീഡിയോ ഇടുക. അതിനുശേഷം ഇത് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ അന്ന് കാണിച്ചത് അതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം എനിക്ക് അറിയാവുന്ന എല്ലാ ഇതിലേക്കും ഞാൻ അത് ഷെയർ ചെയ്യും. ഫസ്റ്റ് പണി എൻ്റെ അതാണ്. വാട്സാപ്പിലേക്കും സ്റ്റാറ്റസ് ഇടും. പിന്നെ അറിയാവുന്ന എല്ലാ കോണ്ടാക്ട്സിലും അപ്പോൾ അവരോട് സംസാരിക്കണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ നോക്കില്ല, എല്ലാവർക്കും അങ്ങോട്ട് അയച്ചു കൊടുക്കും. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ പോയിട്ട് ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ആൻഡ് അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്മൾ അറിയുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഫുള്ളും ഇങ്ങനെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കളിയാക്കലായിരിക്കുമല്ലോ. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടും കോമഡി ആയിട്ടൊക്കെ കണ്ട് ചിലപ്പോൾ ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അറിയാവുന്ന ആരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് കണ്ട് കളിയാക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്കതൊരു വിഷയമല്ല കാര്യം പറഞ്ഞാൽ. പക്ഷെ അപ്പോൾ എനിക്കിത് ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു, ഭയങ്കര നാണക്കേടും ഇതൊക്കെ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോസ്റ്റ് ചെയ്യും കേട്ടോ. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓവറായിട്ട് അയ്യോ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടല്ലോ, ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് എനിക്ക് അതൊക്കെ ചേഞ്ചായി. ആരെന്ത് വിചാരിച്ചാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഈ അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ കാണും. അങ്ങനെ കുറച്ച് വ്യൂസൊക്കെ അങ്ങനെ കിട്ടും. അങ്ങനെയാണ് എനിക്ക് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു 10, 20, 30, 50 വ്യൂസ് അല്ലെങ്കിൽ 100 വ്യൂസൊക്കെ കഷ്ടിച്ചെത്തി ഒരു 100 വ്യൂസൊക്കെ എത്തിക്കുന്നത് ഫുള്ള് അറിയാവുന്ന ആൾക്കാരാവും. മാക്സിമം മെജോറിറ്റി എന്നെ അറിയാവുന്ന ആരെങ്കിലൊക്കെ ആവും കണ്ടിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പോൾ റെക്കമെൻഡേഷനിലൂടെ പോയിട്ടുണ്ടാവാം. അങ്ങനെയായിരുന്നു പണ്ടത്തെ ഫുൾ വീഡിയോസും എന്നെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യില്ല. ചില ആൾക്കാർ
നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകും, മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് ആ ഒരു അവരെയും കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് ഈ ഒരു ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അവർ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള ആൾക്കാർ സ്വയം അത് കണ്ടോളും, അത് റീച്ച് ആവണമെങ്കിൽ അത് തന്നെ റീച്ച് ആവുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അത് പണ്ട് എങ്ങനെയാ വെച്ചാൽ കുറേ പേര് കാണണം, അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇത്ര വ്യൂസ് എങ്കിലും ഉണ്ടാക്കണം. ഒരു മിനിമം ഒരുപാട് ഡിസ്റ്റർബൻസ് ആണ്, മിനിമം ഒരു 100 വ്യൂസ് എങ്കിലും ഗെയിൻ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു ടാർഗറ്റായിരുന്നു എനിക്ക്. അങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മിനിറ്റിന് ഞാൻ പോയിട്ട് വ്യൂസ് നോക്കും, സബ്സ്ക്രൈബർ കൂടിയോ അങ്ങനെ നോക്കും. അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ പല പ്രോബ്ലംസൊക്കെ ഇങ്ങനെ വന്നു. ആൻഡ് അങ്ങനെ ഇതിൽ വീഡിയോസ് ഇടുന്നതൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെ ബാക്കിയുള്ള സ്റ്റോറി ഇപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ഒരുപാട് സ്ട്രഗിൾസും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിലും ഞാനിത് ക്വിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടിയാലോ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ റീച്ച് ആയാലോ എന്നുള്ളൊരു ചിന്ത കാരണമാണ് ഇന്ന് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. റീസ്റ്റാർട്ട് അഗെയിൻ അങ്ങനെയാണല്ലോ പറയുക. സോ അങ്ങനെ ഞാനങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, പിന്നെന്താ, എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ ഡ്രീം ഡ്രീം സബ്സ്ക്രൈബേഴ്സും ഡ്രീം വാച്ചേഴ്സൊക്കെ എന്തെങ്കിലും ഒരു ദിവസം വന്നാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യാൻ പാടാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങൾ പോയിട്ട് നിങ്ങളെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നാട്ടിലത്തെ എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ അറിയാവുന്ന നാട്ടുകാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും അതിലൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു സബ്സ്ക്രൈബ് ഓർ വാച്ച് യുവർ വീഡിയോസ്. ബിക്കോസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചില ആൾക്കാർ അത് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യും. സോ നമുക്കത് വ്യൂ കൗണ്ടിൽ പ്രോബ്ലംസ് വരാം. ചില ആൾക്കാർ നമ്മളെ നോക്കി വെറുതെ ആവശ്യമില്ലാതെ കളിയാക്കി ചിരിക്കൽ കാരണം മാത്രമല്ല ഞാൻ അയക്കേണ്ട പറയുന്നത്. ബിക്കോസ് അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യും. കാരണം എന്താണ് ആവശ്യമില്ലാതെ. സോ നിങ്ങൾക്ക് അറിയാവുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുക. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണ്. ആൻഡ് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. ബിക്കോസ് നോ വൺ ഈസ് റിയലി ഗോയിങ് ടു കെയർ. കാരണം ഓരോരുത്തർക്കും 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇനി ഞാൻ ഡെയിലി, ഇനിയിപ്പോൾ നാളെയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. ഡെയിലി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും എനിക്ക് അറിയാവുന്ന ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇന്ന് ഒരുപാട് ഡിസ്റ്റർബൻസസ് ചുറ്റും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു കുറച്ച് ടൈം ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു കമൻറ്റ് പറയാൻ വിട്ടുപോകരുത്. ആൻഡ് ഇനിയുള്ള ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സീരീസിൽ ആരെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമൻറ്റ് ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ വായിക്കുന്നതായിരിക്കും കേട്ടോ. നോക്കാം ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു സോ മച്ച്. ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.